നമസ്കാരം. ഇന്ന് ലൈവ് വോയിസിൽ വന്നിരിക്കുന്നത് ഒരു ഇപ്പോൾ നടന്ന ഒരു പ്രധാന കാര്യത്തെക്കുറിച്ച് പറയാം. നമ്മുടെ ഇപ്പോൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലുമൊക്കെ വളരെ കൂടുതലായിട്ട് കാണുന്ന ഒരു കാര്യമാണ് കാവ് തീണ്ടൽ. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ കാവ് തീണ്ടൽ, കോമരം ഉറഞ്ഞു തുള്ളുന്നതുമൊക്കെ നമ്മൾ റീൽസായിട്ട് വളരെ ഇതായിട്ട് കാണുന്നതാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു വിദേശ വനിത, അവർ സാധാരണ രീതിയിൽ നിൽക്കുമായിരുന്നു, അവർ ഷൂട്ടിന് വേണ്ടി നിൽക്കുമായിരുന്നു ക്യാമറയായിട്ട്. അവരറിയാതെ തന്നെ തുള്ളുന്നതാണ് കാണുന്നത്, അവിടെ മറിയുന്നത്. അപ്പോൾ പലർക്കും അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. ദേവിയുടെ അനുഗ്രഹത്തെക്കുറിച്ചും ഏത് ഇതിലായിരുന്നാലും നമുക്ക് ദേവി അനുഗ്രഹിക്കുന്നതിനെക്കുറിച്ചും അവിടെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അതല്ലാതെ റീലുകളിൽ ഇത് പറയുന്നത് നമ്മുടെ ദേവിയുടെ അനുഗ്രഹം അങ്ങനെയൊന്നുമല്ല, ഇത് അന്ധവിശ്വാസമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് ഇവിടെ നമ്മുടെ ശാസ്ത്രവും അതുപോലെ തന്നെ വിശ്വാസവും രണ്ടും രണ്ടല്ല എന്ന് കാണിച്ചു തരുന്ന സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഇപ്പോൾ ഇന്നും കുറച്ച് ദിവസങ്ങളായിട്ട് അത് ഭയങ്കരമായിട്ട് കാണിക്കുന്നു. അതിൻ്റെ അടിയിൽ വിശ്വാസമുള്ളവർ ദേവിയുടെ അനുഗ്രഹമെന്നും അങ്ങനെ വിശ്വാസമില്ലാത്തത് ശാസ്ത്രീയ ബോധത്തോടു കൂടി പറയുന്നവർ ഇത് അന്ധവിശ്വാസമാണെന്നും ഇതില്ല ഇത്തരം ചതിക്കുഴികളിൽ വീഴരുത് എന്നുമൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അതിന് ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? നമുക്ക് പലപ്പോഴും ഒരു മിസ്കൺസെപ്റ്റ് ഉണ്ടാവാൻ എല്ലാ കാര്യത്തെക്കുറിച്ചും മനുഷ്യന് പലതരത്തിലുള്ള അഭിപ്രായങ്ങളുള്ളതുകൊണ്ട് മിസ്കൺസെപ്റ്റുകൾ ഉണ്ടാവുകയും പലതരത്തിൽ കാര്യങ്ങൾ പറഞ്ഞു പോവുകയും എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഈ ട്രാൻസെൻഡ് അല്ലെങ്കിൽ ട്രാൻസെൻഡ് ആകുന്ന അവസ്ഥ. അവിടെ ഒരാൾ വെറുതെ നിൽക്കുന്ന, നമുക്ക് ഇന്ന് സ്പെസിഫിക്കായിട്ട് പറയാനുള്ളത് വിദേശ വനിത യാതൊരു ഇതുമില്ലാതെ നിൽക്കുന്നതായിട്ട് നമുക്ക് ഒരു ബന്ധമില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ പെട്ടെന്ന് അവർ ആ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്നിടയിൽ വൈബ്രേറ്റ് ചെയ്യണം അല്ലേ? ഇതേ സംഭവം തന്നെയാണ് നമ്മൾ കാവുകളിൽ കണ്ടാൽ ചെണ്ടമേളം മുഴുകുമ്പോൾ വെറുതെ നിൽക്കുന്ന ആൾക്കാർ, പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നവർ വെറുതെ ഇങ്ങനെ വിറയ്ക്കുന്നത് കാണാം അല്ലേ? ചില അമ്പലങ്ങളിൽ നമ്മൾ ചെന്നാൽ അവിടുത്തെ പൂജാരിമാർ നമ്മൾ ഈ ഭസ്മമൊക്കെ കൊടുക്കുമ്പോഴൊക്കെ അവർ ദേഹം ഇരുന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അവർക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ടും ഇത് കൊടുക്കുമ്പോഴും നമുക്ക് അങ്ങനെ കാണാവുന്നതാണ്. ചില അമ്പലങ്ങളിലൊക്കെ തുള്ളുന്നത് അമാനുഷികമായ ശക്തികൾ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടൊക്കെ കാണാം. എന്താണ് ഇതിൻ്റെ പിന്നിൽ? എന്താണ് സംഭവിക്കുന്നത്? ശാസ്ത്രവും വിശ്വാസവുമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ദൈവിക ശക്തിയെ അല്ലെങ്കിൽ ഒരു ഐഡൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്, നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. യു ആർ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പറയുന്ന പോലെ നിങ്ങൾ ഓരോ ഇൻഡിവിജ്വലും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഓർമ്മകൾ എങ്ങും പോകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ മെമ്മറീസ് എങ്ങും പോകുന്നില്ല. ഉദാഹരണത്തിന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങളുടെ മുഖം, നിങ്ങളുടെ അപ്പച്ചൻ്റെ അപ്പൂപ്പൻ്റെ ഒരു പഴയ ഛായാചിത്രം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങളുടെ ഫേസ് അതിൽ കാണാം. അദ്ദേഹത്തിൻ്റെ മൂക്കും കണ്ണുമൊക്കെ നിങ്ങളിലിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. അതുപോലെ നിങ്ങൾ മറക്കാത്ത ഓർമ്മകളാണ് അതിന് കാരണം. നിങ്ങൾ മറന്നുപോയാലും നിങ്ങൾ മറക്കാത്ത, നമ്മൾ DNA എന്ന് വിളിക്കുന്ന നിങ്ങളുടെ എല്ലാ ഓർമ്മകളും പേരുന്ന DNA, നിങ്ങളുടെ DNA മാത്രമല്ല നിങ്ങളുടെ ലൈഫ് എനർജി. നിങ്ങൾക്കൊരു ബോഡിയുണ്ട്. നമ്മളെന്ന് പറയുന്നത് അന്നമയ കോശം, നമ്മുടെ ഫുഡ് ബോഡി, നമ്മൾ ആഹാരം കഴിച്ചുണ്ടാക്കുന്നൊരു ബോഡിയാണ്. ഇതല്ലാതെ നിങ്ങളുടെ പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഒരു ലൈഫ് എനർജി ഉണ്ട്. ഇതിനെ നമ്മൾ ഓറ എന്ന് വിളിക്കാം, ലൈഫ് എനർജീസ് എന്ന് വിളിക്കാം. ഇതിനെ കൃത്യമായിട്ട് നമ്മുടെ യോഗികളൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തും നമ്മുടെ ഓർമ്മകൾ നിലനിൽക്കുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞാലും ചില ഓർമ്മകൾ നിങ്ങളുടെ ഭൂമി കൊണ്ടുപോകും, കുറേ ഓർമ്മകൾ നിങ്ങളുടെ ലൈഫ് എനർജിയിലും ഉണ്ടാകും. അതായത് ഓർമ്മകൾ നശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്, നമ്മൾ ഈ തുള്ളൽ പോലത്തെ സാധനങ്ങൾ തുള്ളുമ്പോൾ ചില കുട്ടികൾ അല്ലെങ്കിൽ ചിലപ്പോൾ സ്കൂളിലെ കുട്ടികൾ തന്നെയാവും, അവരവരുടെ അമ്പലങ്ങളിലോ മറ്റുമൊക്കെ വേറെ ഭാഷകൾ സംസാരിക്കുന്നു, തമിഴ് സംസാരിക്കുന്നു, അല്ലെങ്കിൽ പ്രാചീനമായ ഭാഷകൾ സംസാരിക്കുന്നു. നമ്മൾ പേടിച്ചു പോകും. ദേവിയാണ് ഇതിനകത്ത്,
ദേവി അനുഗ്രഹിച്ച് ഇത് പറയുന്നതാണെന്നാണ്. നിങ്ങളുടെ ഓർമ്മകൾ തന്നെയാണ് അതിന് കാരണം, അത്ഭുതപ്പെടേണ്ടത് ഇല്ല. നിങ്ങളുടെ DNA-യിൽ നിങ്ങളുടെ ഇത്തരം ഓർമ്മകൾ അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ പൂർവികരുടെ ഓർമ്മകൾ നിങ്ങളുടെ ലൈഫ് എനർജീസിലുണ്ട്. നിങ്ങളുടെ ഓർമ്മ, നമ്മൾ പറയുന്നത് നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് എനർജി ഓർമ്മ, നിങ്ങൾ കുറേ കാലം പോയിട്ട് അതിനെ